സിന്ധുമാളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒത്തിരി നാൾ കൂടി കണ്ട ശ്രുതിമോളുണ്ട്, പിന്നെ രണ്ട് അമ്മമാരുണ്ട്, രാധമ്മയും നമ്മുടെ അമ്മയും അച്ഛമ്മയും അച്ഛമ്മയായി കേട്ടോ. പിന്നെ രണ്ട് ആങ്ങളമാരുണ്ട്, നാത്തൂനുണ്ട്, മക്കളുണ്ട്. എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് നമ്മുടെ മാളിക്കുട്ടിയുടെ ബർത്ത്ഡേ അങ്ങോട്ട് ഞങ്ങള് ഉള്ളവരങ്ങ് സന്തോഷമായി, ഹാപ്പിയായി. എല്ലാരെയും കൂടെ വിളിച്ച് ആഘോഷിക്കാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റിയില്ലല്ലോ ചേ. പിന്നെ ശ്രീകുട്ടനാണ് ഇച്ചിരി കൂടെ ഒരു ശകലം കൂടെ ഒന്നുകൂടെ ഞങ്ങൾ കളർഫുൾ ആക്കിയേനെ. എന്നാലും ശ്രുതിമോള് വന്ന് അവളെ കൊണ്ട് പറ്റുന്ന രീതി അവള് കളർഫുൾ ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി വീഡിയോ ആണ്. അപ്പൊ എല്ലാരും മിസ് ചെയ്യാണ്ട് ഓടിപ്പിക്കണ്ട കേട്ടോ. ഇഷ്ടപ്പെട്ടു കേട്ടോ. മുറിയെല്ലാം പണിത് കഴിഞ്ഞ് വന്നില്ല, കേർത്താമസത്തിന് വന്നിട്ട് പോയതാ. അയ്യോ നിന്റെ പോകല്ല, അമ്മേനെ കഴിച്ചു വന്നില്ലായിരുന്നു കേരളതാമസം കഴിഞ്ഞ്. അപ്പൊ എല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ഞാൻ പറഞ്ഞില്ലല്ലോ ഇഷ്ടപ്പെടുന്നു, എന്നോട് പറഞ്ഞില്ല. അച്ഛമ്മ ഇരിപ്പുണ്ട്. ഇപ്പൊ എല്ലാരും അച്ഛമ്മേന്ന് വിളിച്ച് ഞാനും അറിയണ്ട അച്ഛമ്മേന്നായാലും. ഇതന്നാടി പഞ്ചസാരയോ ഉള്ളിയൊക്കെ വെച്ചു. രണ്ട് കീരിയും പാമ്പും കൂടെ കൂടിയിട്ടുണ്ട്. അലമ്പിന്റെ അട എന്താ കൊച്ച് അല്ലേ? മടുത്തോന്നേനെ മോനെ. വണ്ടി കൊണ്ടുപോയാൽ അത് ഓട്ടോയ്ക്ക് വരാൻ വേണ്ടിട്ട് നോക്കിയത്, എന്നാന്ന് വെച്ചാൽ പറ്റിയല്ലോ, അത്രയും മടുത്തു പോയി. വണ്ടി കയറി മാറി കയറി ഇവിടെ വരണം, അതുകൊണ്ടാ ഇത് മുറി വന്നപ്പോ വരാൻ. മുറിയൊക്കെ വന്ന് കാണാത്തത്. അതെ അതെ, കൊറേ ചെടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓസ് പണി എല്ലാരും നല്ല രസം. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മിറ്റമാണ് ഭയങ്കര ഇഷ്ടം. കുട്ടായി നല്ല അടിപൊളിയായിട്ട് ചെടിയെല്ലാം നട്ടു. ഇതിൻ്റെത് നമ്മുടെ അവിടെ കയറി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെക്ഷൻ മാറ്റി വെക്കും, അതാ ഒരു ഭംഗിയെ. നല്ല റോസപ്പൂവൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് വേണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ. ഏത് വെള്ളം വന്ന് വീഴുന്നു, അതൊക്കെ സമ്മാനം കിട്ടുകയല്ലേ? അതോ ഇനി അവള് ഗൾഫിൽ നിന്ന് കൊടുത്താണോ എനിക്കറിയില്ല. ആണോ? അല്ല അല്ലേ? ഓ അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഞാനും അത് ഗിഫ്റ്റ് കിട്ടിയതാണ്. നല്ല ശ്രുതി കൊണ്ടുവന്ന അല്ലേ? അല്ല അത് ചേട്ടാക്കി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. വന്നതേ കയറി വന്ന ഇതാ നോക്കി കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടില്ലേ ചേട്ടായി? പറയട്ടോ മകളോ? മതി. മണ്ടനാണ് കയറിപ്പോയെന്ന്, പുറത്ത് തൂത്തുമേ മണ്ടങ്ങാണ്ട് കയറിപ്പോയെന്ന്. അന്നേരം അമ്മ ഇടിക്കുക. ആ വല്ലതും ഉണ്ടോ? അയ്യോ അയ്യോ, ഈ തള്ളയോടാണല്ലോ പറഞ്ഞത്. അയ്യോ മതി. ആ മാറിയിരുത്. എന്നെ പുറം തൂക്കാൻ ഏൽപ്പിച്ചാണ്ടല്ലോ, പുറം ഇങ്ങനെ ഇങ്ങനെ തൂക്കുമ്പോ ഞാൻ ഇവിടെ ഒരു സാധനം കാണും. എവിടെ? ഇവിടെ കഴുത്തല്ല. ഇവിടെ ഇന്നപ്പോ ഇവിടുത്തെ വീട്ടുകാരൊക്കെ ഓരോരോ പരിപാടിക്ക് വരുന്നു. കേക്ക് ഉലുവ വെള്ളം ഉണ്ട് ചേട്ടാ. ഏതായാലും മല്ലികൾ ആ ഇല ഒരു കിൻഡല് വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഉണ്ടെന്ന് പിസ്തായി നട്സും കുറച്ച് ഇല ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്പൈസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് കാര്യമായിട്ടുള്ള സാധനം എന്നാ ഉണ്ടാക്കിയാ? എവിടെ നിന്ന് എന്നെ എടുക്കുമെന്നറിയോ? പിസ്തായി നട്സ് തിന്നുന്നു. പമ്മി പോയി അടുക്കള പോയപ്പോഴേ ഒരു പ്ലേറ്റ് അവിടെ ഇരുന്നതാ, അത് എടുത്ത്. അല്ല വല്ലപ്പോഴും ഇങ്ങനെ മക്കളൊക്കെ വരുമ്പോഴേ കിട്ടുന്നതല്ലേ ഇടയി. ആ കിട്ടുന്ന സമയത്ത് നമ്മൾ രണ്ടെണ്ണം തിന്നും അല്ലേ? അത്രേ ഉള്ളൂ. എല്ലാം നോക്കി ഇതാക്കുവ, ലൈറ്റും സെറ്റും ഡെക്കറേഷനും ഒക്കെ. അത് കണ്ടില്ലായിരുന്നോ? അതാണ് ചേട്ടായി ഞങ്ങളുടെ തറവാട് പേരാ അത്. ആൾക്കാർ വളർത്തില്ല. കൊല്ലത്താരത്തറ വീട്ടിൽ വന്നിട്ട് പറയുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞ്. അത് മാത്രം പറയാണ്ടല്ലോ. മുട്ടായി ഒച്ചയില്ല. ഞാൻ ഉള്ളിയും പഞ്ചാരയും കൂടി തിന്നു. നല്ലതാ. ഉള്ളിയും പഞ്ചാരയും കൂടി തിന്നാലോ നാട്.
ഇന്ന് ചേട്ടായി എന്നെ കൊണ്ട് കൂട്ട് വന്നേ ഉള്ളു എന്റെ പൊന്നെ. പറഞ്ഞ് വിളിച്ചാൽ കയറി വരത്തില്ല. ഇപ്പൊ എനിക്ക് ഏറ്റവും ഒട്ടും കയറത്തില്ല. ഞാനിവിടെ വന്ന് ശ്വാസം മുട്ടി വലിക്കുമോ, എനിക്ക് എന്നാ ചെയ്യാൻ. എന്റെ അമ്മയുടെ സ്വഭാവത്തിന് എന്റെ അമ്മ കുളിക്കോ നനയ്ക്കോ തോർത്ത് നനയ്ക്കാതെ നടക്കുമായിരിക്കും. അതിന് പരസ്യമായിട്ട് കളിയാക്കാവോ മണം വരുന്നത് തോർത്ത് കണ്ടാ മതിയായിരുന്നു. എന്റെ അമ്മ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന കാലത്തുണ്ടല്ലോ വെളു വേണാന്ന് വെളുത്തിരിക്കുവായിരുന്നു. ഒരു തരിച്ചായി അതുകൊണ്ടായി തോർത്തിനകത്ത് കരിമ്പൻ. ഇത് വഴക്കാളിന്ന് പറഞ്ഞ അന്യായ വഴക്കാളിയാ. വേറെ ഒന്നും ചോദിച്ചില്ല, അമ്മ കുളിച്ചോന്നേ ചോദിച്ചുള്ളൂ. ഒരു നല്ലൊരു ഫംഗ്ഷൻ വന്നു, അമ്മ കുളിച്ചോ? ഞാൻ കുളിച്ചോന്നുള്ളപ്പോ എന്റെ തലമുടി അല്ല വേറെ പിന്നെ ഒരു മണം വരുന്നുണ്ടോ എന്നൊരു സംശയം. സുന്ദരിയായിട്ടൊക്കെ അച്ഛന്മാർ കുളിച്ചിട്ടൊക്കെ വരും. അന്നേരം പറയാ തലേരും തൊട്ട് നോക്കുന്ന സംശയം ഉണ്ട്. എന്റെ മുടി ഉണങ്ങിയിട്ടില്ല. അച്ഛന്മാർ എന്നും വൈകിട്ട് കുളിക്കൂന്നേ, പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വരുള്ളൂ. സമയം ഇന്നിങ്ങോട്ട് പോലെ നേരത്തെ കുളിച്ചു. അത് ഞാൻ വിളിച്ചു, സന്ധ്യക്ക് മുന്നേ കേറി വരണോന്ന് പറഞ്ഞു. 7 കഴിഞ്ഞിട്ട് എന്നെ പോകുന്നു. അല്ല അമ്മ അകത്തേ എന്തോ ചെയ്തോണ്ടിരിക്കുക. രാധമ്മ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. അതെ 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 രാധമ്മ കണ്ടതല്ലേ. രാധമ്മ അങ്ങോട്ടേക്ക് എന്തോ ഓടിപ്പോയി. എന്താ ചെയ്തു കൊടുക്കാനാണോ എന്തേലും ഉണ്ടോന്നൊക്കെ ചോദിച്ചോണ്ടാ പോയെ. ഞാൻ ചോദിച്ചപ്പോ ഒന്നും ചെയ്യാനില്ല. ഇല്ല എല്ലാം ചെയ്തു വെച്ചേക്കുവാ. പോയി ചോദിച്ചാലും തിരിച്ചു പോരും. പിന്നെ അവര് പിന്നെ കൊച്ചു പറഞ്ഞേക്ക് നമ്മളിവിടെ കിടക്കണമെന്നാ പറഞ്ഞു. ചിന്തോപിച്ചോട് ഞാൻ ചെന്നാണല്ലോ. ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിന്തോപിച്ചോട് ഒന്നും ചെയ്യണം. ഞാനെല്ലാ പണി ചെയ്യുക. ഈടെ വന്നാണെ കപ്പ വേവിച്ചു എല്ലാം ചെയ്തു. നിങ്ങൾ വന്നപ്പോ എന്നിട്ട് ഞാൻ കപ്പ വെച്ചു, സാമ്പാർ വെച്ചു, അത് വെച്ച് ഇത് വെച്ച് എല്ലാം കേട്ടില്ലേ? ഞാൻ കേട്ടിരുന്നു എന്റെ പൊന്നെ. സാധനം പഠിച്ചെന്നു. സാധനം പഠിച്ചു അമ്മ മേടിച്ചോണ്ട് വന്നായിരുന്നു. അല്ല മേടിച്ചു വന്നായിരുന്നു. സാമ്പാറിനുള്ള ഇറച്ചിയോ വല്ല മേടിച്ചോണ്ട് വന്നായിരുന്നു. കപ്പയ്ക്കോ? കപ്പ ആരെ മേടിച്ചെന്നു? കപ്പ നീ മേടിച്ചോണ്ടു. പിന്നെ സാമ്പാറിനുള്ള സാധനം ആരും മേടിച്ചെന്നു? നീ മേടിച്ചോണ്ടു. കുടുംബനാഥന്റെ എന്നാലും കൈ വെച്ചത് ആരല്ലേ? എന്നാ കൈവച്ചത്? എന്റെ പെണ്ണുമ്പളെല്ലാം കുളിച്ചു കൊടുത്തു. അച്ഛൻ വിട്ടുകൊടുക്കത്തില്ല. ഇവിടെ വലിയ തല്ലും മഴക്കൊണ്ടായിട്ട് ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ? രണ്ടും കൂടെ അത്ര കുസ്തിയല്ലേ? ആ രണ്ടുപേരും. പക്ഷെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഭയങ്കര ഗംഭീര പാട്ട്. ഞാൻ നോക്കുമ്പോ ഞാൻ പതിയെ 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 ഊരിട്ട് കാര്യമില്ല. ഇപ്പൊ മനസ്സിലായി. അല്ല ഇപ്പൊ മനസ്സിലായി എവിടെയെന്നാ അത് വന്നേന്ന്. ഇത് ഇവിടെ സിന്ധുവിന്റെ മോതിരം പറയാ സിന്ധുവിന്റെ പേരുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ ഒരു മാസം അപ്പൊ നല്ല സന്തോഷമായിട്ട് എല്ലാരും നല്ല ചിരിച്ച് ഇരിക്കുന്ന. അതെ അന്തറായ വായത് പറഞ്ഞ എങ്ങനെ കയറി വരാനോ ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. അവന് പൂരാ സാമാനം ഒന്നും വേണ്ട. 5-6 ഹിന്ദി വാക്ക് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹിന്ദിയിലേ സംസാരിക്കത്തുള്ളൂ. അവിടെ വന്നപ്പോഴേ നേപ്പാളീസ് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുമല്ലോ. ശ്രീകുട്ടം വിളിക്കുവാ. അന്നേരം ഇങ്ങനെ പറയും ഓ രാധമ്മ എന്നോട് ഒളിഞ്ഞു കിടന്ന് നോക്കുന്നു. ഒന്ന് കാണിച്ചു കൊടുക്ക. നിന്റെ ചിറ്റപ്പന്റെ ഉപ്പരസമാണോന്ന് ചോദിക്കുന്നത്. അവന് സങ്കടം വരും കേട്ടോ. ഒരു ഈടെ വന്ന് വീട്ടിൽ വന്നിട്ട് പറഞ്ഞോളൂ നിങ്ങൾ കപ്പ ബിരിയാണി അത് ഇതൊക്കെ ഉണ്ടാക്കി എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന്. നിങ്ങൾ ഓരോ വീട്ടിലും ആഘോഷിക്കുമ്പോ എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞ്. സത്യം അല്ല ഞാൻ അന്നേരം പറഞ്ഞു. എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അവളെ കഷ്ടപ്പെട്ട് അത്രയും നിനക്കില്ലല്ലോ. ഇപ്പൊ എന്നേലും മേടിച്ച് നല്ല നല്ല രീതി കൊണ്ടുപോകവർക്ക് ചെയ്യത്തില്ലേ? അതിന് ബുദ്ധിമുട്ടല്ലാതെ നീ മേടിച്ചത്. യാത്രയുമില്ല, ഫുഡൊക്കെ നീ അത്രയും കൊണ്ടുപോകുന്നില്ലല്ലോ. പക്ഷെ അവനെ അപ്പടി ക്ഷീണിച്ചു പോയി അല്ലേ? അപ്പടി മെരിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു അപ്പടി മെരിഞ്ഞിട്ടോളാം. ദേ ജീവിയിൽ കയറുവാകത്തോട്ട്. അപ്പം എല്ലാരും കൂടി ഇരുന്നൊരു കൊച്ചു വർത്താനമൊക്കെ കേട്ടോ. മോളമ്മ മാത്രം രംഗപ്രവേശനം നടത്തിയിട്ടില്ല. അനിയെ നോക്കിയിരിക്കും. അവനിപ്പോ വരും. ബസ് ഷോപ്പിൽ നിന്ന് വന്നതേ ഉള്ളൂ. അതെ. അപ്പൊ അവൻ കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യുന്നു. അതെ. പിന്നെ ഒരുപാട് നാളായി അടിയനും ഞാനും കൂടെ ഒന്ന് കൂടിയിട്ട് അമ്മയെ അടിയനും കൂടെ എടുത്തിരിക്കുന്ന ഏറ്റവും ചേർത്ത് ഇത്ര നേരം അലമ്പായിരുന്നു. അയ്യോ എന്റെ ദൈവമേ മതി. ഞാൻ പുറത്ത് 4 ഇടി. ഒരു ഭാഗ്യം ചെയ്ത അമ്മായിയമ്മ. സത്യം. അതെ അതെ ചേട്ടാ. അതെ ഭാഗ്യം ചെയ്ത അമ്മ. ആർക്ക് എനിക്കോ?
എനിക്കോ? അമ്മയ്ക്ക്. ആ ചേട്ടായിക്കും ഭാഗ്യം തന്നെയല്ലേ, എന്നെ കൊടുക്ക് നല്ലൊരു പൊന്നു മോളെ തന്നില്ലേ. സമാധാനത്തിൽ ഒരെണ്ണം കൊടുക്കണം. എനിക്ക് ശ്രീധരൻ തരാന്ന് പറഞ്ഞത് കളിപ്പിച്ച അമ്മായിയാണ് എനിക്ക് പറഞ്ഞത്. അമ്മായി ചേട്ടായി കിളിമാരി ഒരു പെണ്ണിനെ അങ്ങ് തന്നില്ലേ, ഇത് ചോദിക്കുന്ന ശ്രീധനോ നല്ലടാ പറയണ്ടേന്ന് പറയുമ്പോ ഇന്നാളെ ഞാൻ ഒന്ന് പറഞ്ഞു, സ്ത്രീയാണ് ധനം, ആ നീ അടിക്കാനോ ഇടിക്കാനോ ഒന്നും അല്ല എന്റെ സുന്ദരി പെണ്ണെ തന്നേക്കുന്നേ, നീ ഒന്നടിച്ചാൽ നിന്നെ 10 അടിക്കും. 10 അടിക്കുന്നു. അല്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ നമ്മുടെ ഒരു ആത്തയുണ്ടായിരുന്നു, ആത്തച്ചോട്ട് വെച്ച് വർത്താനം പറഞ്ഞു. ആത്തച്ചോട്ടി വെച്ച് ശ്രീധരൻ കൊടുക്കാൻ പറഞ്ഞത്. എവരുടെയും കൂടി ഇതാണ് കേട്ടോ ശ്രീധരത്തിന്റെ. ഇന്നാള് കോയമ്പത്തൂര് ഇത് എന്റെ ആകളെ ചോദിച്ചതാ. സ്ത്രീധനം ചോദിക്കരുത്, മേടിക്കരുത്, തെറ്റാണ്. സ്ത്രീ എല്ലാം പറയരുത്. ആ സ്ത്രീയാണ് ധനം. വേണമെങ്കിൽ പെണ്ണുങ്ങളെ വളർന്നൊക്കെ നിൽക്കുമ്പോ കെട്ടിക്കാതൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനും ആ തള്ളമാർ കെട്ടുംപൊട്ടു നന്ന ഒരു 10-70 വയസ്സുണ്ടല്ലോ, അയ്യോ എന്റെ പെണ്ണിനെ കെട്ടിച്ചോണ്ട് പോണേ, ഞാൻ സ്ത്രീധനം തരാമെന്ന് ആമ്പിള്ളേരെ കാണുമ്പോൾ പറയുന്നത്. അത് കേട്ട് എന്തിനു കെട്ടി കിട്ടുമല്ലോ സ്ത്രീധനം, ഇപ്പൊ കിട്ടുമല്ലോ. എന്റെ ഏത് പെണ്ണുങ്ങൾക്കാണ് സ്ത്രീധനം വേണ്ടേ? ഏത് അവനാണ് സ്ത്രീധനം വേണ്ടത്? എന്റെ 5 പെണ്ണുങ്ങളും സുന്ദരിമാരാ, 5 സുന്ദരിമാർ, 5 ചെറുക്കന്മാര് വന്ന് കൊണ്ടുപോകും. തുക വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ അടുത്താ, നമ്മുടെ മമ്മിയുടെ അടുത്താ ചേട്ടയുടെ കളി അല്ലേ. ഇപ്പൊ നമുക്ക് പഞ്ചാര ഉള്ളിയും കൂടി തിന്നിച്ചിട്ട് ഒറ്റ സൗണ്ട് ഇല്ലായിരുന്നു. അതാ ഉള്ളി എടുത്ത് വെച്ചേക്കുന്നതാണ് ഞാൻ ഓർത്തത്. ഇപ്പൊ നിന്നാ, ഇപ്പൊ സൗണ്ട് ഇല്ലായിരുന്നു. ഇപ്പൊ മകൻ വന്ന് വഴക്കുണ്ടാക്കി ഇപ്പൊ നല്ല സൗണ്ട്. കൊച്ചിന്റെ ഉടുപ്പിന്റെ കളറിലോട്ട് മാറ്റാണോ? ഇങ്ങനെ ഒരു ചേട്ടത്തിയെ കിട്ടിയതും ഭാഗ്യം. പറയാതിരിക്കാൻ പല ഉടുപ്പ് ഇതെല്ലാം ഷേപ്പ്. പറഞ്ഞു കൊറേ നേരമായിട്ട് പറയായിരുന്നു ഇതിട്ടാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്നെ കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നല്ല സുന്ദരി പെണ്ണിനെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളി. സ്മൈൽ പ്ലീസ്. ചിരിക്കൂ, അപ്പച്ചി ചിറ്റപ്പനും കൊച്ചു കൂടെ നിപ്പുണ്ട്. ചിരിക്കൂ, ചിരിക്കൂ, ചിരിക്കൂ. അതെല്ലാരും ശരിയായിരുന്നു. ഞാൻ സമയം കൊണ്ട് എല്ലാരും പറഞ്ഞു സ്മൈൽ പ്ലീസ്. അത് ഇംഗ്ലീഷ് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല, ഞങ്ങൾക്കും നമ്മൾ ചിരിക്കും. ചിറ്റപ്പന്റെ മോളും നല്ല കമ്പനിയാട്ടോ. ഫാമിലിയെ കിട്ടിന്നൊക്കെയാ കൊച്ചു പറഞ്ഞ്. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം തോന്നി എന്നാ, ഞാൻ വന്നപ്പോ ഈ ഡ്രസ്സൊക്കെ തന്നെയായിരുന്നു നീ ഇട്ടിരുന്നേ. പക്ഷെ ഈ കേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ മുഖത്ത് കേക്ക് തേച്ചിട്ടാണ് എന്റെ അടയിക്കോട്ട് നോക്കുമ്പോ ആ കളർ തന്നെയായി. പാവക്കുട്ടിയും കൊച്ചിനെ കണ്ട അല്ല മുഖം അല്ലേ, ആ മുഖം അങ്ങനെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. പാവക്കുട്ടി ഇതെടുത്ത് വെച്ചിട്ട് ഇതിട്ടാ മതിയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പാവക്കുട്ടി ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. ഇച്ചിരി സമയം ഉള്ളായിരുന്നെങ്കിലും നല്ല സന്തോഷം കിട്ടി. അതിന് അണിയറയിൽ പ്രവർത്തിച്ച ശ്രുതിമോക്ക് ഒത്തിരി താങ്ക്സ്. ഇങ്ങനെ എല്ലാ വർഷവും കാണാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല രാധമ്മേ, അതൊക്കെ നമുക്ക് പറയുള്ളൂ അല്ലേ. എന്നാ ഹോസ്പിറ്റലിൽ ഇറക്കി വിടുന്ന തരത്തില്ല തോന്നുമ്പോഴേ ഇറങ്ങി. അല്ല അപ്പൊ നമ്മള് പഠിച്ചൊരു പിന്നെ നമ്മുടെ കയ്യിലൊരു ഇതുണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കയറാം. അറിയില്ലല്ലോ. അപ്പൊ അതിനൊന്നും ഇടവരാതിരിക്കട്ടെ. എവിടെയെങ്കിലും ഒക്കെ പിന്നെയും അടുത്ത നല്ല യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോകാൻ പറ്റട്ടെ. ഇതൊക്കെ എന്റെ ആഗ്രഹം, ഞാനൊക്കെ പറയാ. അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു അല്ലേ ഏടായി. ഇത്ര നേരം ഉണ്ടെങ്കിലും അല്ലേടാ. അതെ അടിപൊളി സൂപ്പർ. അപ്പൊ ഇനിയേ പറഞ്ഞോണ്ടിരുന്നാലേ സമയം 8:30. ഫുഡ് അടി. അതെ സ്വല്പം ആഹാരം കഴിക്കാം അല്ലേ. ഫുഡല്ല ആഹാരം അത്. ഇത്രയുമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ നല്ല അടിപൊളി കേക്ക് മേടിച്ചു കഴിച്ചേക്കുന്ന കേട്ടോ. ഇത്ര സംഭവം മുറിച്ചിട്ടുള്ളൂ, ബാക്കി അതേപോലെ ഇരിക്കുക കണ്ടോ. അച്ഛമ്മ ഒരു മൂലയിൽ പോയിട്ടുണ്ട്, കൊച്ചുമകള് സൈഡിലും ഇരിപ്പുണ്ട്. അതിനകത്ത് എന്നാണ്ടൊക്കെ തപ്പുന്നുണ്ട് കേട്ടോ കൊച്ചുമകൾ. എന്നാ ഞാൻ പേര് ഒന്നും പറയുന്നില്ല അല്ലേ. ഞാൻ കണ്ടടി, ഞാൻ കണ്ടായിരുന്നു. ആണോ? അച്ഛമ്മയോട് സർലാസ് വേണോന്ന് ചോദിച്ചാ കേട്ടോ. അപ്പൊ എന്നാണേലും നല്ലൊരു കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്ന ബർത്ത്ഡേക്കാരിക്ക് താങ്ക്സ്. ഉണ്ടാക്കിയത് അമ്മയാന്ന് പറയുന്നത്. അതെ. അപ്പൊ ഞാൻ ചോറും മീൻകറിയും ഉണ്ട് കേട്ടോ. കപ്പ ബിരിയാണി വേണ്ടാത്തവർക്ക് ചോറും മീൻകറി ഉണ്ട്. രാധമ്മയുടെ പ്രത്യേക സ്ഥലത്തേക്ക് കേട്ടോ. മകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ ഈ കപ്പ ബിരിയാണി?
സൂപ്പർ. നമ്മളെ കപ്പയല്ലേ നമ്മളെ മോശം പറ്റും. നമ്മുടെ കടയിലത്തെ കപ്പയാണോ? ഓ അന്നാ പൊളിയാ. അത്ര ഗവ. അപ്പൊ ഞങ്ങൾ എല്ലാരോട് ഇരുന്ന് കേട്ടോ, ആരും നിക്കാണ്ട്. ഞാൻ കപ്പ ബിരിയാണി വ്യത്യാസം മോശമാണെന്നും പറയല. ഇല്ല പറയല്ല എല്ലാ ദിവസം പറയല. അതുവഴി ഒരു മോശമാണല്ലോ അങ്ങനെ പറയരുത്. ഉണ്ടോ എന്നൊരു സംശയം. ശകല ഉപ്പ് വേണം. സർലാസിന് ഉപ്പുണ്ടോ? അല്ല, ഇന്ന് ഞാൻ ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞത് ഉപ്പ് ഏറ്റവും കൂടുതൽ കുറയ്ക്കാനാ പറഞ്ഞേ. ഉപ്പ് ഭയങ്കരമായിട്ട് ഉപ്പ് നന്നായിട്ട് കുറയ്ക്കുക. ഉപ്പ് ഭയങ്കര എന്തൊരു അസുഖത്തിനും ഉപ്പാണെന്ന് പ്രശ്നം. ഇന്ന് എന്നെ കൊണ്ട് പോയിക്കോ, 13,000 രൂപയായി. ഉപ്പ് കഴിക്കാതെ ഉപ്പിന്ന് കഴിച്ചാൽ കൂടുതൽ. അപ്പൊ മീൻകറി, കപ്പ ബിരിയാണി ഞാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ കൈ ഇട്ടതേ ഉള്ളൂ കേട്ടോ. അവൻ തിന്നേലെല്ലാം കൂടെ എന്നെ മുമ്പി. നീ തന്നെ വെച്ചോ. അവൻ തിന്നേല്ലാം കൂടെ എന്നെ മുമ്പിൽ കൊണ്ട് വെക്കും കേട്ടോ. ഇതുങ്ങളൊക്കെ ഇപ്പൊ ഇത്രയും പോരാണെങ്കിൽ പണ്ട് എങ്ങനെ ഞങ്ങള് പൊളിയായിരുന്നു. നല്ല അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൈബായിരുന്നു. ഞങ്ങള് 8 മക്കളും അമ്മയും അപ്പനോട് 10 എണ്ണം കൂടെ ഉണ്ടായി. എന്നാ പൊളിയായിരുന്നു. അതിലൂടെ സുരേഷ് ചേട്ടായോ രാങ്കുഞ്ഞാഞ്ഞോ പൊന്നമ്മാനോ മണിക്കുഞ്ഞാഞ്ഞോ കാണും. ഒരു വെറൈറ്റി ജീവിതമായിരുന്നു. അത് ഇനി സ്വപ്നം കാണാൻ പറ്റത്തില്ല. ചാപ്പാട് കഴിഞ്ഞ എല്ലാം ഉണ്ട്. ഒരു പൊളി വൈബായിരുന്നു. അത് ജീവിതത്തിൽ കിട്ടത്തില്ല. ഇഷ്ടപ്പെട്ടോ? പിന്നെ അല്ല, ഞാൻ ഇത് അഭിപ്രായം പറയാൻ വേണ്ടി അതിനിടെ എന്നെ ഇത്ര സംസാരിപ്പിച്ചോ. സൂപ്പർ കപ്പ ബിരിയാണി. പിന്നെ ഇന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇനി തൈരൊന്നും കൂട്ടരുതെന്ന്. അതുകൊണ്ട് സാലഡ് കണ്ടപ്പോ ഞാൻ ഇന്ന് എടുത്തു. എന്നാന്ന് വെച്ചാൽ നാളെ രാവിലെ മുതല സ്റ്റാർട്ട് ചെയ്യുന്നത്. തൈരൊക്കെ കൂട്ടി ഇങ്ങനെ ഒരു ഒത്തിരി നാളായി നമ്മൾ സന്തോഷത്തോടെ കഴിച്ച ബിരിയാണി. അത് കഴിഞ്ഞ് പിന്നെ കഴിച്ചിട്ട് ഞാൻ വെക്കുന്നില്ല ഇപ്പൊ. അപ്പൊ എന്തായാലും ഒരു പിടി പിടിക്കട്ടെ കേട്ടോ. സൂപ്പർ. ആ ഇലയ്ക്ക് അതിന്റെ ആ ചൂട്, ഇലയുടെ ആ മണവും ഒരു ടേസ്റ്റും അല്ലേ. അപ്പൊ ഞങ്ങളെയും മെങ്ങളെയും കൂടെ ഇരുന്ന് ഒരു പിടി ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ ആരും കുറച്ചു നേരത്തെ നോക്കണ്ട. ഞങ്ങൾ എന്നും ഡയറ്റ് ഒക്കെയാ. അതെ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എടി ഒരു ദിവസം തിന്നട്ടെ. ഞാൻ എന്നും വീഡിയോ കാണുന്നുണ്ട്, എക്സസൈസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഞങ്ങൾ തിന്നാതെ എക്സസൈസ് ചെയ്തിട്ടും മണം കുറയുന്നില്ല. അപ്പൊ ഇന്ന് ഡോക്ടർ ചേട്ടാണ് പറഞ്ഞത് എല്ലാ സാധനവും തിന്നോളം കൊടുത്താക്കാനാ പറഞ്ഞത്. ആണോ? ഉണക്കമീനും കാന്താരി ഒഴിച്ച് ബാക്കി എല്ലാം കൊടുത്തോളാം പറഞ്ഞു. പിന്നെ ഉപ്പ് അധികം കഴിക്കണം. ഇഡ്ഡലിയും ദോശയും കൊടുക്കരുത്. അപ്പൊ കഴിച്ചോ? ഇനി ഇഡ്ഡലിയും ദോശയും വേണ്ട. ഇനി നിന്ന് വന്നാലും കപ്പ ബിരിയാണി ഒക്കെ കേട്ടോ. ഞാൻ എന്റെ കഞ്ഞികൂടിയും കൂടെ നിന്നത് പുള്ളി തന്നെ തിരിച്ചു. ഫുഡൊക്കെ അടിക്കുക കഴിഞ്ഞിട്ട് അളിയനും കോന്തക്കുറിപ്പുകളെല്ലാം കൂടെ പുറത്തോട്ട് ഇറങ്ങി. എന്നാന്നോ പോയേക്കാന്ന്. അതിനടി പല്ലക്കു. ഓ ഇച്ചിരി ചിറ്റപ്പൻ ഇറച്ചി വന്നിട്ടില്ല എന്നുള്ളതിന്റെ തീരുമാനം. അല്ല, ചിറ്റപ്പൻ അതും ഇതും വെച്ച് കുത്തുന്ന കണ്ടെന്ന് തോന്നുന്നു. അതാ അവള് ഇവിടെ എന്നോട് ആദ്യം വന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ, എല്ലാരും അങ്ങ് കുത്തട്ടെ. നേരത്തെ പിടിച്ചേ ആ കേട്ടോ. ആവശ്യപ്പെട്ട് നിക്കായിരുന്നു കേട്ടോ. തിരിഞ്ഞു നിന്ന് എടി ഈ വേണ്ടത് ഒന്ന് കിട്ടുമ്പോ ഒരു ഉപകാരമാണ്. നല്ല കൊച്ചെ നീ അത് കൊണ്ട് തന്നല്ലോ എന്നല്ലേ പറയണ്ടേ. അതെ, അടുത്ത ആളിരുന്ന് കുത്തുന്നു. ആണോ? ഇത് ആവശ്യമില്ലാത്തവരിത് വലിച്ചു കയറ്റാവോ? അതാ ഞങ്ങൾക്ക് ചോദിക്കുന്നത്. ഞങ്ങള് ചോറും മീൻകറി ഉണ്ടായിരുന്നു. എന്തിനാ ഇത്ര പാടുപെട്ടെ? കഴിച്ചോരെ നിങ്ങൾ രണ്ടുള്ളൂ കഴിച്ചോരെ. എടി അത് കുക്കമ്പറാടി. അതിനൊന്നും ഒരു പ്രശ്നമില്ല. സവോളയും തക്കാളിയും കുക്കമ്പറും അത് ഒരു പ്രശ്നം ഉണ്ടോ? ശ്രുതിക്കോടെ നേഴ്സല്ലേ? ആണോ? നല്ലതല്ലേ? അതൊരു പക്ഷെ ചോറ് നിങ്ങൾ ഒരു പ്ലേറ്റ് ചോറ് തിന്നുമ്പോ ഞാൻ ഒരു പ്ലേറ്റ് കുക്കമ്പർ തിന്നതിന് തന്നെ അടി കുഴപ്പം. സന്തോഷനോ എനിക്കോ നിങ്ങൾക്കൊന്നും പറ്റിയല്ല. ജോലി ചെയ്യുന്നവർക്ക് അത് പറ്റിയല്ല. അല്ല, അന്നേരം പിന്നെ നമ്മൾ എന്നേലും ഒരു ആരോഗ്യം നിൽക്കണ്ടേ നമ്മള്. നിങ്ങളുടെ അമ്മ ഇത്രയും കാലമായി നിങ്ങളെയൊക്കെ 4, 5 എത്ര ഉള്ളായിരുന്നു നിങ്ങളെ? ഡയറ്റിംഗ് ഉണ്ടായിരുന്നു അമ്മ. അമ്മ നല്ല ഫുഡ് കഴിച്ചു, നല്ലപോലെ ജോലി ചെയ്തു, അധ്വാനിച്ചു. ഇവിടെ ഫുഡേ ഉള്ളു, അധ്വാനം ഇല്ല. ഈ പുള്ളിയിലൂടെ ഞാൻ വന്നല്ലോ ഉണ്ടായി. അതേ ഉള്ളൂ. അമ്മ അന്ന് രാവിലെ നിങ്ങളെല്ലാം തീറ്റി പോറ്റി വെച്ച് വേവിച്ച് ചക്കയുള്ള എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് വെട്ടി വേവിച്ച് കൊടുത്തിട്ട് അടുത്ത പണിക്ക് പോവാ. നമ്മുടെ എല്ലാം വേറെ പറമ്പിലുണ്ടല്ലോ. പക്ഷെ അത് മൊത്തം കിട്ടിയില്ല. അല്ല, ഞങ്ങൾ ക്യാമറ ഓൺ ആക്കി വരുമ്പോഴത്തേനും അവരുടെ പരിപാടി കഴിയും. അളിയന്റെ അത്ര നേരം ഭയങ്കര ഡയലോഗാ അല്ലേ? നമ്മളെയൊക്കെ വിളിച്ചു വരുത്തി
ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പൊ നമുക്ക് എനിക്ക് ഓർമ്മ വരുന്നത് എന്നാന്നറിയോ? വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുനീ, വഴിയിൽ നമ്മൾ എന്തു പാടണം, ചാഞ്ഞ കൊമ്പിലന്നു ശാരികേ, വേർപ്പെടുന്നു നമ്മളേകരായി. എനിക്കിതിനെ പറയാനുള്ളൂ. കൊള്ളാം കൊള്ളാം, അത് കൊള്ളായിരുന്നു കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മള് വല വീണ് പോയി ഇവിടെ വന്നിട്ട് വലയിൽ വീണ് പോകാനും പറ്റത്തില്ല. ഞാൻ ചോദിക്കോ ഈ വലയിൽ പിന്നെ ശാരിക ആരാ? ഞങ്ങളറിയാം. നല്ല ചാരികരിക്കുന്നത് അല്ലേ? കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. അപ്പം നല്ലൊരു നമ്മളെ കുടുംബം ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കുടുംബത്തിൽ വന്നേ പിന്നെ എന്നാ കേസുണ്ടെങ്കിലും എന്നെ മുൻപന്തി നിർത്തും. യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാ കേട്ടോ. അപ്പൊ അതിലും വ്യത്യസ്തമാണ്. ആണ്ടെ താക്കോലും ഒക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അതിന്റെ വ്യത്യസ്തത പറയണ്ട തൽക്കാലം. വേറൊരു കാര്യം, അളിയനോട് പിന്നെ തോട്ടിക്കോട്ട് വഴക്കിന് വരുമായിരുന്നു. അത് പറയണ്ട. അത് ഇവര് വന്നപ്പോ തൊട്ടുണ്ടല്ലോ അങ്ങോട്ട് ചൊറിയുന്നു, അവിടെ ഇങ്ങോട്ട് പറയുന്നു. എന്നിട്ട് ഇത്ര ഞങ്ങൾ അളിയന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് വേദനിക്കേണ്ട കാര്യം. കൊണ്ടോടി നമ്മള് ശശി അളിയന്മാർ ചിലപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. നീ വരുന്നതിന് മുന്നേ ഇച്ചിനോട് ചോദിച്ചു. ഇതൊക്കെ ഞങ്ങൾ മേശയുടെ ചുറ്റും ഇരുന്ന തീരാനുള്ള പ്രശ്നങ്ങൾ. സമ്മതിച്ചു. അപ്പൊ ഒരു വൈകിട്ടപ്പോഴും കൊടുത്തേക്കാം. അപ്പം ഇത്രയൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ഫുഡും കാര്യങ്ങളും കേക്കും ഒക്കെ തന്നെ എല്ലാവരോടും നന്ദി, നമസ്കാരം. എന്നേട്ടായി പറയട്ടായി ബാക്കി. അപ്പൊ ഇന്നത്തെ ഒരു ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ വൈൻഡപ്പും ഇൻട്രോയും അല്ല ഇന്നത്തെ ഈ വീട്ടിൽ തന്നെ ആട്ടെ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് വേണ്ടേ? കമന്റ് ഉണ്ട്. ഓക്കെ.